ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ സ്പിൻ കെണിയൊരുക്കി ന്യൂസിലൻഡും 252 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് 3 വിക്കറ്റുകൾ നഷ്ടമായി. 76 റൺസ് എടുത്ത രോഹിത് ശർമ്മയുടെ വിക്കറ്റാണ് ഒടുവിൽ നഷ്ടമായത്. വിവരങ്ങളുമായി എൽദോ പോൾ പുതുശ്ശേരി. എൽദോ, എന്താണോ ന്യൂസിലൻഡിന് സംഭവിച്ചത്? സമാനമായ രീതിയിലാണോ ഇപ്പോൾ ഇന്ത്യയും പോകുന്നത്? രോഹിത് ശർമ്മയുടെ ഈ വിക്കറ്റ് വീഴ്ച എത്രത്തോളം നിർണായകമാണ്? ശ്രീജ, രോഹിത് ശർമ്മയുടെ വിക്കറ്റ് ഏറെക്കുറെ അപ്രതീക്ഷിതമായിരുന്നു. കാരണം മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുകയായിരുന്നു രോഹിത് ശർമ്മയാണ്. ഒരു അനാവശ്യ ഷോട്ടിനെ ശ്രമിച്ച് ഒരു സ്റ്റെപ്പ് ഡൗൺ ഇറങ്ങി ഷോട്ട് ഉതിർക്കാനുള്ള ശ്രമത്തിലാണ് അവിടെ സ്റ്റംപ്ഡായി പുറത്താവുന്നത്. അതായത് 76 റൺസ് എടുത്തു നിൽക്കുകയാണ് രോഹിത് ശർമ്മയെ രജൻ രവീന്ദ്രയുടെ പന്തിൽ ലാദം സ്റ്റംപ് ചെയ്ത് പുറത്താക്കുന്നത്. നേരത്തെ ശുഭമാൻ ഗില്ലിൻ്റെ വിരാട് കോഹ്ലിയുടെ വിക്കറ്റുകളാണ് ഇന്ത്യക്ക് ആദ്യം നഷ്ടമാകുന്നത്. വിക്കറ്റ് നഷ്ടപ്പെടാതെ 105 റൺസ് എന്ന നിലയിൽ നിന്നാണ് ഇന്ത്യ വളരെ പെട്ടെന്ന് 3 വിക്കറ്റിന് 122 റൺസ് എന്ന നിലയിലേക്ക് തകർന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ മാറിയത് എന്നുള്ളതാണ്. 105 റൺസ് വിക്കറ്റ് നഷ്ടപ്പെടാതെ ഇന്ത്യ സ്കോർ ചെയ്യുമ്പോൾ രോഹിത് ശർമ്മ 76 റൺസ് എടുത്തും ശുഭമാൻ ഗില്ല് 31 റൺസ് എടുത്തും ക്രീസിലുണ്ടായിരുന്നു. ശുഭമാൻ ഗില്ലിനെ മിച്ചൽ സ്റ്റാന്നറാണ് പുറത്താക്കുന്നത്. ഫിലിപ്സിന് ക്യാച്ച് നൽകിയ ഒരു മനോഹരമായിട്ടുള്ള ക്യാച്ചായിരുന്നു ശുഭമാൻ ഗില്ലിൻ്റെ വിക്കറ്റ്. പിന്നീട് തൊട്ടടുത്ത സമയം തന്നെ ബ്രേസ്വെല്ലിൻ്റെ പന്തിൽ വിരാട് കോഹ്ലി LBW ആയി പുറത്താകുകയും ചെയ്തു. LBW തീരുമാനത്തിനെതിരെ വിരാട് കോഹ്ലി അപ്പീൽ നൽകിയെങ്കിൽ പോലും അപ്പീൽ റിവ്യൂ നഷ്ടപ്പെടുകയാണ് ഇന്ത്യക്ക് ഉണ്ടായത്. എന്താണെങ്കിലും തൊട്ടു പിന്നാലെ തന്നെ രോഹിത് ശർമ്മ മികവോടെ കളിക്കുന്ന രോഹിത് ശർമ്മയാണ് ഒരു അനാവശ്യ ഷോട്ടിന് ശ്രമിച്ച് 76 റൺസ് എടുത്ത് അദ്ദേഹവും പുറത്തായത്. നിലവിൽ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 149 റൺസ് എന്ന നിലയിലാണ്. ശ്രേയസ് അയ്യർക്കൊപ്പം അക്സർ പട്ടേലാണ് ക്രീസിൽ. ഒരു കാര്യം പറയാതെ വയ്യ, ഈ പാർട്ട്ണർഷിപ്പ് വളരെ നിർണായകമാണ്. കാരണം ദുബായിൽ ഇനിയുള്ള സമയങ്ങളിൽ സ്പിന്നർമാർക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരിക്കും. അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് എത്രത്തോളം സ്റ്റാൻഡ് ചെയ്യുമോ, ഈ പാർട്ട്ണർഷിപ്പ് എത്രത്തോളം നിലനിൽക്കുമോ, അതിനെ ആശ്രയിച്ചിരിക്കും ഇന്ത്യയുടെ ഇനിയുള്ള സാധ്യതകളും മുന്നോട്ടുള്ള നീക്കങ്ങളുമെല്ലാം. എന്താണെങ്കിലും വലിയ ഒരു വിജയലക്ഷ്യമല്ല ന്യൂസിലാൻഡ് വെച്ചത് എങ്കിൽ പോലും ഇന്ത്യക്ക് അല്പം പ്രയാസപ്പെടേണ്ടി വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അനായാസം എന്ന് കരുതി ഒരു ഘട്ടത്തിൽ 105 റൺസ് വരെ ഇന്ത്യ വിക്കറ്റ് നഷ്ടപ്പെടാതെ അനായാസം സ്കോർ ചെയ്തപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു ജയത്തിലേക്ക്, ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് ഇന്ത്യ നീങ്ങുന്നു. ആ കുപ്പായം ഇന്ത്യ തയ്ക്കുന്നു എന്ന് മനസ്സിലാക്കിയതാണ്. പക്ഷേ അവിടെയാണ് ന്യൂസിലാൻഡ് സ്പിന്നർമാർ ഇന്ത്യ എങ്ങനെ സ്പിൻ കെണിയൊരുക്കി ഇതുവരെ ഇന്ത്യ നേടിയോ അതുപോലെ തന്നെ ഇപ്പോൾ ന്യൂസിലൻഡും സമാനമായിട്ടുള്ള കെണിയിൽ ഇന്ത്യയെ വീഴ്ത്താൻ ശ്രമിക്കുന്നത്. ശ്രേയസ് അയ്യറും അക്സർ പട്ടേലും. ശ്രേയസ് അയ്യർ ഇപ്പോൾ 30 റൺസുമായി ക്രീസിലുണ്ട്. അക്സർ പട്ടേൽ 10 റൺസാണ്. 153 റൺസ്, 3 വിക്കറ്റിന്. അത് 32 ഓവറിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനിയും 99 റൺസ് വേണം ഇന്ത്യക്ക് ജയിക്കാൻ. 103 പന്തുകൾ ശേഷിക്കെ. ഏറ്റവും പ്രധാനം, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇനിയുള്ള ഓവറുകൾ നിർണായകമാണ്. ഇനിയുള്ള 10 ഓവറുകളിൽ എങ്ങനെ ഇന്ത്യയുടെ ഈ ബാറ്റിംഗ് സഖ്യം ക്രീസിൽ തുടരുന്നു എന്നുള്ളതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാന്നറെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതായിരിക്കും. ബ്രേസ്വെല്ലിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതായിരിക്കും. നമുക്കറിയാവുന്നതുപോലെ ഒരുപക്ഷെ ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, രവീന്ദ്ര ജഡേജയുടെ റിട്ടയർമെന്റിനെ പറ്റിയുള്ള ചർച്ചകളും ഇതിനിടയിൽ മത്സരത്തിനിടയിൽ നടക്കുന്നു. പ്രത്യേകിച്ചും ആദ്യം ബോൾ ചെയ്യുന്ന സമയത്ത് രവീന്ദ്ര ജഡേജ 10 ഓവറുകൾ പൂർത്തിയാക്കി 30 റൺസ് മാത്രമാണ് വഴങ്ങിയത്. ഒരു വിക്കറ്റും വീഴ്ത്തി, ലാദത്തിന് നിർണായകമായിട്ടുള്ള വിക്കറ്റ്. അതിനുശേഷം 10 ഓവറുകൾ പൂർത്തിയാക്കി മടങ്ങിയ രവീന്ദ്ര ജഡേജയെ കെട്ടിപ്പിടിച്ച് പുണരുന്ന വിരാട് കോഹ്ലിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് എല്ലാവരും രവീന്ദ്ര ജഡേജ ഈ മത്സരശേഷം വിരമിക്കുമെന്നുള്ള ചില റിപ്പോർട്ടുകൾ നൽകുന്നത്. പക്ഷേ അതിൽ ഒരു സ്ഥിരീകരണമില്ല. രവീന്ദ്ര ജഡേജ തന്നെ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കട്ടെ. എന്നാണെങ്കിലും രോഹിത് ശർമ്മയുടെ നിർണായകമായിട്ടുള്ള ഒരു ഇന്നിംഗ്സ് ആയിരുന്നു. 76 റൺസ്, കേവലം 83 പന്തിൽ 3 സിക്സറും 7 ഫോറും ഉൾപ്പെടുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സ്. ശുഭമാൻ ഗില്ലും 50 പന്തിൽ 31 റൺസ് എടുത്തു. വളരെ ക്ഷമയോടെ ബാറ്റ് ചെയ്ത ഗില്ല് നല്ലൊരു സ്കോറിലേക്ക് പോകുന്നു എന്ന് തോന്നിയ ഘട്ടത്തിലാണ് ഒരു അസാമാന്യ സൂപ്പർമാൻ ക്യാച്ച് എന്ന് വിശേഷിപ്പിക്കാവുന്ന പോലെ ഫിലിപ്സ് സാന്നറുടെ പന്തിൽ ആ ക്യാച്ച് എടുക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇന്ത്യക്ക് 2 വിക്കറ്റുകൾ കൂടി നഷ്ടമാകുന്ന സാഹചര്യം. KL രാഹുൽ, ഹാർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, ഈ 3 പേരാണ് ഇനി ഇന്ത്യക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ബാറ്റർമാർ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അക്സർ പട്ടേൽ ഈ ടൂർണമെന്റിൽ ഉടനീളം ഒരു പൊസിഷൻ അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്ത് മുന്നിലേക്ക് കയറ്റിവിട്ട് അത് വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണയും അക്സർ പട്ടേലിന് ഒരു പാർട്ട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ, ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാൻ ശ്രേയസ് അയ്യർക്കൊപ്പം സാധിച്ചാൽ സ്വാഭാവികമായും ഇന്ത്യക്ക് വലിയ സാധ്യതയുണ്ട്. ഇപ്പോഴും ഇന്ത്യ പ്രതിസന്ധിയിലാണെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോഴും ഈ മത്സരത്തിൽ ഇന്ത്യക്ക് തന്നെയാണ് മേൽക്കൈ, ഇന്ത്യ തന്നെയാണ് ഡ്രൈവിംഗ് സീറ്റിൽ, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇനിയുള്ള 10 ഓവറുകൾ അതിനിർണായകമാണ്. ശ്രീജ, എൽദോ പോൾ പുതുശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. വളരെ നിർണായകമായ ഒരു പാർട്ട്ണർഷിപ്പ്. ഈ സമയത്ത് ആ പാർട്ട്ണർഷിപ്പിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. വിക്കറ്റ് നഷ്ടപ്പെടാതെ മുന്നോട്ട് പോവുക എന്നത് പ്രധാനപ്പെട്ടതാണ്.
തൊട്ടടുത്ത ചാമ്പ്യൻസ് ട്രോഫി നമ്മുടെ തൊട്ടരികിലുണ്ട്. പക്ഷേ അതെത്രത്തോളം നമ്മുടെ കയ്യിൽ കിട്ടും എന്നറിയാൻ ഈ മത്സരം കാത്തിരുന്ന് കാണുക തന്നെ വേണം.